നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. പേൾ ക്രീമാണ്, ഐവറി ക്രീമാണ് സാരിയുടെ കളർ വരുന്നത്. അതിൽ നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കിലുള്ള വർക്കാണ് സാരിക്ക് വരുന്നത്. ഫാബ്രിക് വൈസ് പറയുകയാണെങ്കിൽ സിൽക്ക് ചന്തേരിയാണ്, സോഫ്റ്റ് പ്യുവർ സിൽക്ക് ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക്. അതിൽ ഞാനിപ്പോൾ ഡ്രേപ്പ് ചെയ്ത ടൈപ്പിലാണ് സാരി വരുന്നത്. ആ ഒരു ചെസ്റ്റ് പോർഷനിലും നമ്മുടെ ഈ ഒരു പോർഷനിലും മുന്താണിയിലെല്ലാം ഫുൾ നല്ല പാറ്റേണിലാണ് വർക്ക് വരുന്നത്. കൂടാതെ ബോഡി കംപ്ലീറ്റ് ഒരു വെർട്ടിക്കൽ ലൈൻ പാറ്റേൺ ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും ബോഡി വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഈ ഒരു പോർഷൻ വരുമ്പോൾ നല്ല പാറ്റേണിന് ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത് വിത്ത് സിമ്പിൾ ബോർഡർ. ഇതായിരിക്കും ആ ഒരു വർക്കിൻ്റെ ക്ലോസർ ലുക്ക് ഇങ്ങനെ വരിക. നല്ല ഫ്ലോറൽ പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഒരു ആപ്ലിക് വർക്ക് വന്നിട്ട് അതിലൊരു എംബോസ്ഡ് പാറ്റേണുള്ള ത്രെഡ് വർക്കാണ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഇവിടെ ചെസ്റ്റ് പോർഷൻ വരുമ്പോഴും ഇതേ പാറ്റേൺ തന്നെയാണ്. ചെസ്റ്റിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഈ ഒരു ഏരിയ വരുന്നുണ്ട്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ, മുന്താണിയുടെ ആ ഒരു കോർണറിലും ഇതേ പാറ്റേണിൽ തന്നെയാണ് മുന്താണിയിലും ആ ഒരു വർക്ക് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പം ബ്ലൗസും ഫുൾ വർക്കിലാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും വർക്ക് വരുന്നത്. ആ ഒരു ബാക്ക് പോർഷനിലും ഫുൾ വർക്ക് വരുന്നുണ്ട്. രണ്ട് സ്ലീവിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട് ബ്ലൗസിൽ വരുമ്പോൾ. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് സാരി ജെറ്റ് ബ്ലാക്ക് ആണ് സാരിയുടെ കളർ. ഫാബ്രിക് പറയുകയാണെങ്കിൽ ഗ്രീൻ സിൽക്ക് ആണ്. ഗ്രീൻ സിൽക്കിൽ നല്ല പാറ്റേണിൽ മൾട്ടി കളറിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിലാണ്, ഫ്ലോറൽ പാറ്റേണിലും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ് സാരി വരുന്നത്. അത് കൂടാതെ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ബോർഡറും വരുന്നുണ്ട്. ഒരു ഫോയിൽ പ്രിന്റഡ് പാറ്റേണിലുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. ഫുൾ സാരി ഈ ഒരു ലുക്കാണ് വരുന്നത്. നമ്മൾ ഉടുക്കുമ്പോഴും ആ ഒരു ലോവർ ഏരിയ ആണ് കംപ്ലീറ്റ് നല്ലൊരു ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിൽ വരുന്നുണ്ട്. പല്ലു വരുമ്പോൾ ഈ ഒരു ലുക്കിലായിരിക്കും ഫുൾ ആ ഒരു വർക്ക് വരുന്നത്. ക്ലോസറിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ലൊരു മൾട്ടി കളർ പാലറ്റിൽ ഫുൾ ഫ്ലോറൽ ജാൽ പാറ്റേണുള്ള എംബ്രോയിഡറി വർക്കിലായിരിക്കും ബോർഡർ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബോർഡർ. മുന്താണിയും ബോഡിയെല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ. ഗ്രീൻ സിൽക്കാണ് ഫാബ്രിക്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ഞാൻ വൺ ലെയറിൽ കാണിക്കാം. സാരി വളരെ തിൻ ഫാബ്രിക്കാണ്. നമ്മൾ ആ ഒരു പ്യുവർ ജൂഡ് സിൽക്ക് എല്ലാം ഉണ്ടല്ലോ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഫാബ്രിക്കാണ് ഗ്രീൻ സിൽക്ക് ഫാബ്രിക്. വളരെ തിൻ ഫാബ്രിക്കാണ്. ഇതായിരിക്കും ബ്ലൗസ് വരുന്നതും ഫുൾ വർക്കിൽ തന്നെയാണ്. ആ ഒരു മൾട്ടി കളറിൽ തന്നെ പിങ്കിലാണ്, പിങ്ക് ഫ്ലോറൽ മോട്ടീവ്സിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സാരിയുടെ അതേ ബോർഡർ തന്നെ ആയിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവിലും വരുന്നത്. ഇനി ഈ ഒരു സാരിയുടെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ചിക്കു ബ്ലെൻഡഡ് ബേജ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു ബിസ്ക്കറ്റ് കളറാണ് സാരിയുടെ ആ ഒരു ബേസ്. അതിലും മൾട്ടി കളർ തന്നെ സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നതെല്ലാം സെയിം സ്റ്റൈൽ. ഫാബ്രിക്കും ഗ്രീൻ സിൽക്ക് തന്നെ ഫാബ്രിക് വരുന്നത്. അതേ പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഇതായിരിക്കും ഒരു വർക്ക്. ഒരു പൗഡർ ബ്ലൂ, എമറാൾഡ് ഗ്രീൻ, ഒരു ലോട്ടസ് പിങ്ക്, മെഹന്തി ഗ്രീൻ, ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. പല്ലു സെയിം സ്റ്റൈൽ ഫുൾ എംബ്രോയിഡറി വർക്കിൽ തന്നെയായിരിക്കും വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു ഓഫ് ക്രീമാണ്, ക്രീമിഷ് വൈറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. അതിലും അതേ സ്റ്റൈലിൽ തന്നെ മൾട്ടി കളർ തന്നെയായിരിക്കും ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിന്റെ ഫ്ലോറൽ ജാൽ പാറ്റേണിലായിരിക്കും ഫുൾ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് വിത്ത് സിമ്പിൾ ബോർഡർ. സെയിം സ്റ്റൈൽ പല്ലു, ഒരു ഫുൾ വർക്കിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ്. ഓരോ സാരിയും നല്ല ഡിഫറെൻറ്റ് ലുക്കിലാണ് വരുന്നത്. എല്ലാം നല്ല എലഗൻ പാർട്ടി വെയർ സാരീസ് ആണ്. ഇത് വരുന്നത് സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ. സിൽക്കി കോട്ടയിൽ മസ്ലിൻ ആപ്ലിക് കട്ട് വർക്കാണ് സാരി വരുന്നത്. ഫ്ലോറൽ ജാൽ പാറ്റേണിലായിരിക്കും ഫുൾ സാരി വരുന്നത്. കളർ പാലറ്റ് ഒരു നേവി ബ്ലൂ ആൻഡ് മിഡ് നൈറ്റ് ബ്ലൂ ബ്ലെൻഡഡ് നല്ലൊരു ബ്ലൂവിലാണ് സാരി വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു മസ്ലിൻ കട്ട് വർക്ക് വരുന്നത് സാരിയിൽ. സെൽഫ് ടോണിൽ തന്നെയാണ്, ആ ഒരു മിഡ് നൈറ്റ് ബ്ലൂവിൽ തന്നെയായിരിക്കും ആ ഒരു കട്ട് വർക്ക് പാറ്റേൺസ് വരുന്നത്. ഈ ഒരു ലുക്കായിരിക്കും വരിക ക്ലോസറിൽ. ഇപ്പം ഞാൻ വൺ ലെയറിലാട്ടോ കാണിക്കുന്നത്. ആ ഒരു കട്ട് വർക്ക് ഫീൽ ചെയ്യാനാണ് ഈ ഒരു പാറ്റേൺ കാണിക്കുന്നത് വിത്ത് സ്കാലപ്പ് ബോർഡർ, സിമ്പിൾ ബോർഡർ. നല്ലൊരു ബ്ലൂ ആട്ടോ ഇത്. ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പം ആസ് യൂഷ്വൽ എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു മസ്ലിൻ കട്ട് വർക്ക് വരുന്നത്. ചെസ്റ്റ് പോർഷനും മുന്താണി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് സിമ്പിൾ പ്ലെയിൻ ബ്ലൗസ്, സെയിം ടോണിൽ തന്നെയുള്ള പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ മെറൂൺ ആണ്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും മസ്ലിൻ കട്ട് വർക്കിൽ തന്നെ സാരി വരുന്നത്. ഫ്ലോറൽ ജാൽ പാറ്റേൺ തന്നെ ഫുൾ സാരി വരുന്നത് വിത്ത് സ്കാലപ്പ് ബോർഡർ. ഇതായിരിക്കും ഒരു വർക്കിന്റെ പാറ്റേൺ ഇങ്ങനെ വരും.
പ്ലീറ്റ്സ് വരുമ്പം ഒരു ഹാഫ് പോർഷനിൽ തന്നെയായിരിക്കും വരിക വിത്ത് റണ്ണിങ് ബ്ലൗസ്. സെയിം സോഫ്റ്റ് സിൽക്കി കോട്ട തന്നെ ഫാബ്രിക് വരുന്നത്. മസ്ലിൻ കട്ട് വർക്ക് ആണ് ഫുൾ സാരി വരുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ബ്ലാക്ക് ലവേഴ്സിന് നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഈ സാരി. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ഒരു മസ്ലിൻ കട്ട് വർക്ക് വരുന്നത്. ഈ ഒരു ലുക്കായിരിക്കും ഫുൾ സാരി വരുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ എല്ലാം നല്ലൊരു സ്റ്റൈലിഷ് ലുക്കായിരിക്കും സാരിക്ക് വരുന്നത്. ഒരു ഫുൾ സ്ലീവ് ബ്ലൗസും കോളർ നെക്കിന്റെ ബ്ലൗസും എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എലഗന്റ് പാർട്ടി വെയർ സാരിയാണ്. സെയിം സ്റ്റൈലിൽ തന്നെ പ്ലെയിൻ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി കട്ട് വർക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഫ്ലോറൽ പാറ്റേണിലാണ് കട്ട് വർക്ക് ഡിസൈൻസ് വരുന്നത് കേട്ടോ. ഇതും ഒരു ചിക്കു ബ്ലെൻഡഡ് ബേജ് തന്നെയാണ് സാരിയുടെ ബേസ് വരുന്നത്. സിൽക്കി കോട്ടയാണ്, സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. അതിൽ ഫ്ലോറൽ വർക്ക് വരുമ്പോൾ ബോഡിയിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും സ്മോൾ ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. കട്ട് വർക്ക് ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഒരു ഹണികോം പാറ്റേണിലായിരിക്കും കട്ട് വർക്ക് വരുന്നത്. അപ്പുറം ലോവർ വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെയായിരിക്കും ഒരു കട്ട് വർക്ക് ഡിസൈൻസ് വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരിക. മുന്താണി വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസ് പ്ലെയിൻ തന്നെയാണ് വരുന്നത്. സെയിം ഫാബ്രിക് തന്നെ സൂപ്പർ ആൻഡ് കോട്ട തന്നെ ഫാബ്രിക് വരുന്നത്. ഒരു കട്ട് വർക്കിന്റെ ഫ്ലോറൽ ഡിസൈൻസിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ലുക്ക് വൈസ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതിന്റെ ബോഡിയിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ബോർഡർ ഡീറ്റെയിലിംഗ് വരികയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലുണ്ട്. റോസ് ഫ്ലവറിന്റെ എല്ലാ പാറ്റേണിലാണ് ഒരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ഹണികോം പാറ്റേണിൽ തന്നെ ആയിരിക്കും കട്ട് വർക്കിൽ സ്കാലപ്പ് ഫിനിഷിലായിരിക്കും സാരിയുടെ ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. ഫുൾ സാരി ഈ ഒരു ലുക്കായിരിക്കും വരിക. മുന്താണി സെയിം സ്റ്റൈൽ വിത്ത് റണ്ണിങ് ബ്ലൗസ്. കട്ട് വർക്കിൽ തേർഡ് ഡിസൈനാണ് വരുന്നത്. ഫാബ്രിക് സെയിം, കളർ പാലറ്റ് സെയിം തന്നെയാണ് വരുന്നത്. അതേ സിൽക്കി കോട്ട, സൂപ്പർ നെറ്റ് കോട്ട തന്നെയാണ് വരുന്നത്. ഇതിന്റെ ബോഡിയിൽ വരും ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോർഡർ ഈ ഒരു പാറ്റേണിലാണ് വരിക. ഡബിൾ സൈഡും സെയിം സ്റ്റൈലിൽ തന്നെ വരുന്നുണ്ട് വിത്ത് പല്ലു ആൻഡ് ബ്ലൗസ്. ഓർഗൻസ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ലാസ്റ്റ് സാരി ആട്ടോ. ഇതിന്റെ കളർ ഐവറി ക്രീം തന്നെയാണ് സാരി വരുന്നത്. നല്ലൊരു ഡിഫറെന്റ് പാറ്റേണിൽ ഫുൾ ത്രെഡ് വർക്കിലും ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റിലുമാണ് സാരി വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ ഫുൾ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും വരുന്നത്. ഫ്ലോറൽ പ്രിന്റാണ് വരുന്നത്. ഇതായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ബോർഡർ വരുമ്പോൾ ത്രെഡ് എംബ്രോയിഡറിയിലാണ് ബോർഡർ വരുന്നത്. അതേ പേൾ ക്രീമിൽ തന്നെ, ഐവറി ക്രീമിൽ തന്നെ എംബ്രോയിഡറി വർക്കിലായിരിക്കും ബോർഡർ വരുന്നത്. രണ്ട് സൈഡും അപ്പറും ലോവറും ഇതേ പാറ്റേൺ തന്നെ വരുന്നുണ്ട്. മുന്താണി വരുമ്പോഴും സെയിം അതേ സ്റ്റൈലിൽ തന്നെ അതേ വർക്ക് തന്നെയായിരിക്കും പല്ലുവിലും വരുന്നത്. ബോഡിയിൽ വരുന്ന ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സിന്റെ കളർ പാലറ്റിൽ തന്നെ പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത് സാരിക്ക്.